ഭൂമിക്കടിയിൽ 1 കിലോമീറ്റർ താഴെ കൂരാക്കൂരിരുട്ടിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ആ രണ്ടുപേർ കുടുങ്ങിക്കിടന്നത് 14 ദിവസങ്ങളായിരുന്നു. ഏറ്റവും ഒടുവിൽ 14 ദിവസങ്ങൾക്ക് ശേഷം അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ലോകത്തെ ഒന്നടങ്കം ആശ്ചര്യപ്പെടുത്തിയ ബ്രാൻഡിൻ്റെയും ടോഡിൻ്റെയും യഥാർത്ഥ അതിജീവനത്തിൻ്റെ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. 2006 ഏപ്രിൽ മാസം 25-ാം തീയതി പതിവ് പോലെ തന്നെ തങ്ങളുടെ നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടിയിട്ട് ആ ഖനിയിൽ ജോലി ചെയ്യുന്ന 17 ആളുകളും അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. പതിയെ അവർ ആ ഖനിയുടെ ആഴങ്ങളിലേക്ക് വ്യത്യസ്ത ജോലികൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ബ്രാൻ വെബ്, ടോഡ് റസൽ, ലാരി നൈറ്റ് എന്നിവരും ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ഒരുമിച്ചാണ് ഈ ഖനിയുടെ ഏറെക്കുറെ 925 മീറ്റർ താഴ്ഭാഗത്തായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ടെലി ഹാൻഡലർ എന്നൊക്കെ പറയുന്ന വാഹനം തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ട്രെയിൻ പോലെ അതിൻ്റെ അറ്റത്തൊരു ബാസ്ക്കറ്റൊക്കെ വരുന്ന നിലയിലാണ് ഈ ഒരു വാഹനമുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ 3 പേരും 925 മീറ്റർ താഴ്ഭാഗത്തായിട്ട് ഖനിയുടെ അകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഈ ഒരു അവസരങ്ങളിൽ ഈ ടെലി ഹാൻഡലറിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് ലാരി ആയിരുന്നു. ഈ ടെലി ഹാൻഡലറിൻ്റെ കൊട്ടയിൽ ബാസ്ക്കറ്റിൽ കയറി നിന്നുകൊണ്ട് ഖനിയുടെ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ തന്നെയും നിരീക്ഷിച്ച് അവിടെ വ്യത്യസ്ത തരത്തിലുള്ള ജോലികളൊക്കെ തന്നെയും ചെയ്യാൻ വേണ്ടി ആ ബാസ്ക്കറ്റിലേക്ക് കയറി നിന്നിട്ടുണ്ടായിരുന്നത് ബ്രാൻഡും ടോഡുമായിരുന്നു. സമയം അങ്ങനെ മുന്നോട്ടേക്ക് കടന്നു പോവുകയാണ്. ആ സ്വർണ്ണ ഖനിയുടെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്ന 17 പേരും അവർക്ക് ഏൽപ്പിക്കപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള ജോലികളിലായിട്ട് മുഴുകുകയാണ്. സമയം ഏറെക്കുറെ 9:23 ആകുമ്പോൾ പെട്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ വലിയൊരു ശബ്ദത്തോടുകൂടെ ഈ ഖനിയുടെ അകത്തുള്ള പാറകൾ താഴേക്ക് പതിക്കാൻ ആരംഭിക്കുകയാണ്. ഖനിയുടെ വഴികൾ പൂർണ്ണമായിട്ടും മൂടിപ്പോവുകയാണ്. റിക്ടർ സ്കെയിലിൽ ഏറെക്കുറെ 2.3 രേഖപ്പെടുത്തിയ ഒരു ഭൂമി കുലുക്കം ഈ ഒരു അവസരത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അനന്തരഫലമായിട്ട് തന്നെയാണ് ഈ സ്വർണ്ണ ഖനിയുടെ അകത്ത് ഏറെക്കുറെ 900 മീറ്ററിനും താഴ്ഭാഗത്തായിട്ട് 2 ഇടങ്ങളിലായിട്ട് പാറകൾ പൂർണ്ണമായിട്ടും വീണുകൊണ്ട് ഖനിയുടെ വഴികളെല്ലാം തന്നെ മൂടിപ്പോയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു അവസരങ്ങളിൽ ഇത്തരത്തിൽ പാറകളൊക്കെ ഇടിഞ്ഞു വീണുന്ന സ്ഥലത്തിന് മുകൾ ഭാഗത്തായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന 14 പേരും എത്രയും പെട്ടെന്ന് തന്നെ ഖനിയുടെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അവർ ഈ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഖനിയുടെ താഴ്ഭാഗത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന 3 ആളുകൾ മുകളിലേക്ക് എത്തിയിട്ടില്ല, രക്ഷപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് കൂടെ ആ ഖനി തൊഴിലാളികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ടോഡും ബ്രാൻഡും ലാരിയും തന്നെയായിരുന്നു അത്. ഇവർ 3 പേരും ഖനിയുടെ അകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു വാർത്ത വരുന്നതോടുകൂടി തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവരെ പുറത്തെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള റെസ്ക്യൂ മിഷൻ കൂടെ ആരംഭിക്കുന്നുണ്ട്. വലിയ തോതിൽ തന്നെ വാർത്ത അറിഞ്ഞ് മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ തന്നെയും ഈ ഒരു ഖനിയുടെ ചുറ്റുഭാഗത്തായിട്ട് തടിച്ചു കൂടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ ഈ ആളുകളെ പുറത്തെടുക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം, പ്രത്യേക തരത്തിലുള്ള റിമോട്ട് കൺട്രോളറുകൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം ഈ ഖനിയുടെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് വീണ് കിടക്കുന്ന പാറയും മറ്റൊക്കെ മാറ്റുക എന്നൊരു കാര്യമാണ്. പക്ഷേ ഒരുപാട് ദൂരത്തേക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിൽ പാറകൾ ഖനിയുടെ അകത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു എന്നൊരു കാര്യം കൊണ്ട് തന്നെ പതിയെ മാത്രമേ ഈ പാറക്കെട്ടുകളൊക്കെ തന്നെയും നീക്കി ഖനിയുടെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് ലാരിയും ടോഡും ഒക്കെ ഉണ്ടായിരുന്ന ആ ഭാഗത്തേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്തൊക്കെ തന്നെയാലും വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ആ റിമോട്ട് കൺട്രോളറിൻ്റെ സഹായത്തോടുകൂടെ നിയന്ത്രിക്കുന്ന വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഖനിയുടെ അകത്തുള്ള പാറക്കെട്ടുകൾ അവർ നീക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ 25-ാം തീയതിയും 26-ാം തീയതിയും ഇതേ ഒരു പ്രക്രിയ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ 27-ാം തീയതി രാത്രിയാകുമ്പോൾ ഈ ഒരു ഖനിയുടെ താഴ്ഭാഗത്തായിട്ട് ഒരു മൃതദേഹം കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുകയാണ്. അതും ഈ മണ്ണ് മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു യന്ത്രത്തിൻ്റെ, ആ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ഫൂട്ടേജുകളൊക്കെ നോക്കിയ അവസരത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ താഴ്ഭാഗത്തായിട്ടൊരു മൃതദേഹത്തെ അവർക്ക് കാണാൻ സാധിച്ചത്. ഏറെ നേരത്തെ പരിശോധനകൾക്ക് ശേഷം അത് ലാരിയുടെ മൃതദേഹമാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഖനിയുടെ താഴ്ഭാഗത്ത് കുടുങ്ങിപ്പോയ 3 ആളുകളിൽ ഒരാളുടെ മൃതദേഹം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ബാക്കിയുള്ള 2 ആളുകൾക്ക്, ടോഡിനും ബ്രാൻഡിനും എന്താണ് സംഭവിച്ചത്? അവരിപ്പോഴും ജീവനോടുകൂടെ തന്നെയുണ്ടോ? അതും ലാരിയുടെ അതേ അവസ്ഥ തന്നെയായിരിക്കും അവർക്ക്. എന്തൊക്കെ തന്നെയായാലും ടോഡിനെയും ബ്രാൻഡിനെയും കൂടെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ റെസ്ക്യൂ ടീം മുഴുകുകയാണ്. പക്ഷെ അവരുടെ മുന്നിൽ വലിയൊരു വെല്ലുവിളിയായിട്ട് ആ ടെലി ഹാൻഡലർ മാറി വരികയാണ്. അതിന് മുകളിലേക്ക് തന്നെയാണ് വലിയ തോതിൽ തന്നെ പാറയും മറ്റൊക്കെ വീണിട്ടുള്ളത്. അതിനാലൊക്കെ തന്നെയും ഈ റിമോട്ട് കൺട്രോളർ വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് അത് പൂർണ്ണമായും നീക്കം ചെയ്ത് ആ വാഹനത്തെയും അവിടെ നിന്ന് മാറ്റിയിട്ട് മുന്നോട്ടേക്ക് നീങ്ങുക എന്നൊക്കെ പറയുന്നത്
അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിനാലൊക്കെ തന്നെയും ഈ വാഹനം കിടക്കുന്ന ഭാഗത്തിനും അപ്പുറത്തേക്ക് എത്തിച്ചേരാനായിട്ട് മുകൾ ഭാഗത്തിലൂടെയും മറ്റൊക്കെ മറ്റൊരു വഴി നിർമ്മിക്കാൻ വേണ്ടി, മറ്റൊരു ടണൽ നിർമ്മിക്കാൻ വേണ്ടി റെസ്ക്യൂ ടീം തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി കൃത്യമായിട്ടൊരു സ്ഥാനം അവർ കണ്ടെത്തുകയും ആ പ്രദേശത്ത് വ്യത്യസ്ത തരത്തിലുള്ള ഡെറ്റനേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, വ്യത്യസ്ത കരിമരുന്ന് മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിക്കുകയും അവിടെ ഒരു ടണൽ തന്നെ രൂപീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഏറെക്കുറെ 6ഓളം തവണ വ്യത്യസ്ത സ്ഫോടനങ്ങൾ ഈ ഒരു പ്രദേശത്ത് ഒരു ടണൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്തായിട്ട് അവർ നടത്തുന്നുണ്ട്. മണിക്കൂറുകൾ പിന്നെയും ഒരുപാട് കടന്നു പോവുകയാണ്. ബ്രാൻഡിനെയും ടോഡിനെയും കണ്ടെത്തുന്നതിന് വേണ്ടി ശക്തമായ നിലയിൽ തന്നെ റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ ഖനിയുടെ താഴ്ഭാഗത്തായിട്ട് അരങ്ങേറിക്കൊണ്ടേയിരിക്കുകയാണ്. പലതവണ സ്ഫോടനങ്ങൾ നടത്തിയ അവസരത്തിലൊക്കെ തന്നെയും ആ ഖനിയുടെ പല ഭാഗങ്ങളിലും പാറകൾ ഇടിഞ്ഞു വീഴുന്നുണ്ട് എന്ന് കണ്ടെത്തിയതോട് കൂടിയിട്ട് തന്നെ പതിയെ സ്ഫോടനം നടത്തിയിട്ടൊരു ടണൽ നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അവർ ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അത് തൽക്കാലത്തേക്ക് അവർ നിർത്തിവെക്കുകയാണ്. അപ്പോഴേക്ക് ബ്രാൻഡും ടോഡും ഈ ഒരു ഖനിയുടെ അകത്തകപ്പെട്ടിട്ട് ഏറെക്കുറെ 6 ദിവസത്തോളം സമയം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ പാറകളും മറ്റുമൊക്കെ നീക്കിയിട്ടുള്ള ഭാഗത്തേക്ക്, ആ ടെലി ഹാൻഡലറൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തേക്ക് മുൻപ് ഈ ഒരു ഖനിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റീവും അതേപോലെ തന്നെ ഈ ഖനിയുടെ മാനേജറായിട്ടുള്ള പാറ്റ് ബോൾ എന്ന് പറയുന്ന വ്യക്തിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആ ഒരു അവസരത്തിൽ സൂക്ഷ്മമായ നിലയിൽ അവർ കാതോർത്തപ്പോൾ ദൂരെ നിന്നും ആരോ പാട്ട് പാടുന്നതായിട്ട് അവർക്ക് കേൾക്കാൻ സാധിക്കുകയാണ്. ഒരവസരത്തിൽ അവർ രണ്ടുപേരും ഉറക്കെ അലറിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന്. ആ ഒരു അവസരത്തിൽ 2 ആളുകളുടെ മറുപടികൾ അവർക്ക് കേൾക്കാൻ സാധിക്കുകയാണ്. അതെ, ബ്രാൻഡും ടോഡും ജീവനോടുകൂടെ തന്നെയുണ്ട്. തങ്ങൾക്ക് മുന്നിൽ ഏതാനും മീറ്ററുകൾക്കപ്പുറത്തേക്ക് പൂർണ്ണമായിട്ടും മണ്ണ് മൂടിക്കിടക്കുന്ന ഹാൻഡലറിൻ്റെ ബാസ്ക്കറ്റിനകത്ത് തന്നെ അവർ രണ്ടുപേരും ഒരുപോലെ തന്നെ ജീവനോടുകൂടെ തങ്ങൾ ആരെങ്കിലും രക്ഷിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ തന്നെ കഴിഞ്ഞ 6 ദിവസമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഏപ്രിൽ 25-ാം തീയതി രാത്രി 9:23 ഭൂമി കുലുക്കത്തെ തുടർന്ന് ആ ഖനിയുടെ അകത്തുള്ള പാറകൾ പൂർണ്ണമായിട്ടും വീണു പോകുന്ന അവസരത്തിൽ, അതിൻ്റെ വഴികൾ പൂർണ്ണമായിട്ടും അടഞ്ഞു പോകുന്ന അവസരത്തിൽ ടോഡും ബ്രാൻഡും ഉണ്ടായിരുന്നത് ആ ടെലി ഹാൻഡലറിൻ്റെ ബാസ്ക്കറ്റിലായിരുന്നു. അവർക്ക് മുകളിലുണ്ടായിരുന്ന ആ ഖനിയുടെ സീലിങ്ങും പാറയും മണ്ണും ഒക്കെ കൂടെ തന്നെ അവരുടെ ദേഹത്തേക്കും ആ കുട്ടയിലേക്കും ഒക്കെ ഒരുപോലെ തന്നെ വന്ന് പതിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ തന്നെ ബ്രാൻഡ് ബോധക്ഷയനായിട്ട് വീഴുന്നുണ്ട്. അയാൾ അൺകോൺഷ്യസ് ആയിട്ട് മാറുന്നുണ്ട്. ടോഡിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ മുകളിൽ നിന്നുള്ള ഈ കല്ലും മണ്ണൊക്കെ വീണിട്ട് അയാളുടെ ശരീരത്തിൻ്റെ പകുതി ഭാഗം പൂർണ്ണമായിട്ടും ഈ കല്ലിനും മണ്ണിലും ഒക്കെ ഇടയിലായിട്ട് പോകുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും വൈകാതെ ബ്രാൻഡിന് ബോധം വന്നതോട് കൂടിയിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തിയും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടക്കകത്തുണ്ടായിരുന്ന മണ്ണും കല്ലും ഒക്കെ അവർക്ക് പതിയെ പതിയെ മാറ്റാനായിട്ട്, പതിയെ നീക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും അവരുടെ മുകൾ ഭാഗത്തും വശങ്ങളിലുമൊക്കെ തന്നെ ഈ ഒരു അവസരങ്ങളിൽ പൂർണ്ണമായിട്ടും വലിയ വലിയ പാറകളും മറ്റുമൊക്കെ തിങ്ങി നിറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു അവസരങ്ങളിൽ കൂരിട്ട് അവിടെ എങ്ങും വ്യാപിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ലൈറ്ററിൻ്റെ സഹായത്തോടു കൂടെ മാത്രമാണ് അവർക്ക് അവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. സമയം മുന്നോട്ടേക്ക് പോകുമ്പോൾ തങ്ങൾ ആരെങ്കിലുമൊക്കെ രക്ഷിക്കുമെന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ അവർ കാത്തിരിപ്പ് തുടരുകയാണ്. ഒരുപാടധികം സമയം പിന്നിടുമ്പോൾ വല്ലാണ്ട് അവർക്ക് ദാഹിക്കാൻ തുടങ്ങിയാണ്. ഈ ഒരു അവസരത്തിൽ മുകൾ ഭാഗത്ത് പാറയിൽ നിന്നൊക്കെ പതിയെ പതിയെ ഇറ്റി വീഴുന്ന വെള്ളം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഈ ഒരു അവസരത്തിൽ അവർ തങ്ങളുടെ ഹെൽമെറ്റ് ഊരിയിട്ട് വെള്ളം പതിയെ ആ ഒരു ഹെൽമെറ്റിൽ കളക്ട് ചെയ്യാൻ ആരംഭിക്കുകയും ആ വെള്ളം കുടിച്ചുകൊണ്ട് ദാഹം ശമിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. സമയം പിന്നെയും ഒരുപാട് കടന്നു പോകുമ്പോൾ പതിയെ പതിയെ 2 പേർക്കും ഒരുപോലെ തന്നെ വിശക്കാൻ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു അവസരത്തിൽ ബ്രാൻഡിൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ മുസ്ലി ബാർ ഉണ്ടായിരുന്നു. അതായത് ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ചില ബാർസ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു ബാർ ബ്രാൻഡിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അപ്പം ഇത് കിട്ടിയതോടുകൂടി തന്നെ 24 മണിക്കൂറിന് ശേഷം നമുക്ക് വേണമെങ്കിൽ, നമ്മൾ ആരും രക്ഷപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്കിത് കഴിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ 2 പേരും ഒരുപോലെ തന്നെ എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ മണിക്കൂറുകൾ ഒരുപാട് കടന്നു പോവുകയാണ്. 24 മണിക്കൂർ പിന്നിട്ടിട്ട് പോലും ആരും തന്നെ ഇവരുടെ അടുത്തേക്ക് എത്തിച്ചേരുകയോ ഇവരെ രക്ഷപ്പെടുത്താൻ അങ്ങോട്ടേക്ക് എത്തുകയോ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അതിനാലൊക്കെ തന്നെ ഈ ഒരു ബാറ് കഴിക്കാനുള്ള സമയം പിന്നെയും അവർ നീട്ടി കൊണ്ടുപോവുകയാണ്. ദിവസങ്ങളോളം ഈ ഒരു ചെറിയ ബാർ കയ്യിലുണ്ടായിട്ട് പോലും ആ 2 പേരും പട്ടിണി കിടക്കുകയാണ്. മുകൾ ഭാഗത്തെ പാറയിലൂടെയും മറ്റൊക്കെ ഒഴുകിയെത്തുന്ന വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അവർ ജീവൻ നിലനിർത്തുകയാണ്. ഏറ്റവും അവസാനം 29-ാം തീയതിയൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു ബാറിനെ 2ആയി മുറിച്ചുകൊണ്ട് 2 ആൾക്കും കുറേശ്ശായിട്ട് ഭക്ഷിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നതും 2ആയിട്ട് അതിനെ കട്ട് ചെയ്യുന്നതൊക്കെ. ചെറിയ തോതിൽ തന്നെ അതിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗം അവർ പിന്നീട് ഭക്ഷിക്കാമെന്ന് കരുതിയിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ
ലോഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാറിൻ്റെ വലിയൊരു ഭാഗവും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും താഴെ വീണു പോവുകയാണ്, കളഞ്ഞു പോവുകയാണ്. അതോടുകൂടെ പിന്നീട് അങ്ങോട്ട് ഇരുവരും പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവർ പതിയെ എത്തിച്ചേരുകയാണ്. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ തങ്ങൾ ആരെങ്കിലുമൊക്കെ രക്ഷിക്കുമെന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ഒരു ഖനിയുടെ അകത്ത് കാത്തിരിപ്പ് തുടരുകയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ തന്നെയാണ് തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട് ആർക്കോ സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ബ്ലാസ്റ്റുകൾ ചെയ്യുന്നതായിട്ട് ഇവർക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ചുറ്റിലും വലിയ പാറകൾ തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്. എങ്ങാനും ഈ ബ്ലാസ്റ്റുകൾ തങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുമോ എന്നൊരു പേടി വലിയ തോതിൽ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിലേക്ക് ഒരുപോലെ തന്നെ കയറി വരുന്നുണ്ട്. ഈ സ്ഫോടനങ്ങൾ നടക്കുന്ന അവസരത്തിൽ അവരുടെ ചുറ്റുമുള്ള പാറകൾക്കൊക്കെ തന്നെയും ചെറിയ ചലനങ്ങളൊക്കെ തന്നെയും സംഭവിക്കുന്നുണ്ടായിരുന്നു. അതിനാലൊക്കെ തന്നെയും ഓരോ സ്ഫോടനങ്ങളും നടക്കുന്ന സമയം തങ്ങളുടെ ആ ഒരു ഷർട്ടിൽ, തങ്ങളുടെ വസ്ത്രത്തിൽ ഇവർ എഴുതിയിടാൻ ആരംഭിക്കുകയാണ്. പൂർണ്ണമായും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രവൃത്തി ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ, ഈ സ്ഫോടനം കാരണം മരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ബോഡി റിക്കവർ ചെയ്യുന്ന അവസരത്തിൽ ഏത് സ്ഫോടനമാണ് ഈ രണ്ടുപേരുടെയും മരണത്തിന് കാരണമാക്കിയത്, ഏത് സമയത്ത് നടത്തിയിട്ടുള്ള സ്ഫോടനമാണത് എന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ടുപേരും തങ്ങളുടെ വസ്ത്രത്തിൽ ഓരോ സ്ഫോടനത്തിൻ്റെയും സമയം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ കൂടെ അവർ ആ വസ്ത്രത്തിൽ പതിയെ എഴുതിയിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പതിയെ നിരാശ പോലും അവരുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ചില ഗാനങ്ങളൊക്കെ തന്നെയും അവർ ആ ഒരു ബാസ്ക്കറ്റിനകത്ത് ഇരുന്നു കൊണ്ട് പാടാൻ ആരംഭിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ഗാനം തന്നെയാണ് ഏറ്റവും ഒടുവിൽ പാറ്റ് ബോളും സ്റ്റീവും ശ്രവിച്ചിട്ടുണ്ടായിരുന്നത്. ആ രണ്ടുപേരും മണ്ണിനടിയിൽ പാറക്കെട്ടുകൾക്കിടയിൽ 6 ദിവസമായിട്ട് ജീവനോടുകൂടെ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ അത് വലിയ തോതിൽ തന്നെ ഒരു കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ പിന്നീട് ജീവനോടുകൂടെ ഇവർ രണ്ടുപേരും ഉണ്ട് എന്ന് കണ്ടെത്തിയതോടുകൂടെ തന്നെ അവരെ പുറത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രക്രിയകളെല്ലാം തന്നെ ആരംഭിക്കുകയാണ്. പക്ഷേ അതിലും വ്യത്യസ്തമായ ഒരുപാടധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാലൊക്കെ തന്നെയും ആദ്യം തന്നെ ഇവർ ചെയ്തൊരു കാര്യം, ഒരു ചെറിയൊരു ഹോളൊക്കെ നിർമ്മിച്ചിട്ട് അതിലൂടെ ഒരു PVC പൈപ്പൊക്കെ കണക്ട് ചെയ്തിട്ട് ഈ രണ്ടുപേർക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും മെഡിസിനും ഒക്കെ കൃത്യമായിട്ട് എത്തിച്ചു നൽകുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ രണ്ടുപേരെയും പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരു ഹോളൊക്കെ തന്നെയും ഒരു ടണലൊക്കെ തന്നെയും നിർമ്മിക്കാൻ വേണ്ടി ഇവർ ആരംഭിക്കുന്നത്. ഈ രണ്ടുപേരെയും ജീവനോടുകൂടെ മണ്ണിനടിയിൽ ഏറെക്കുറെ 1 കിലോമീറ്റർ താഴ്ഭാഗത്ത് നിന്നും പുറത്തേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിനു വേണ്ടിയിട്ട് വലിയൊരു ഹോള് തന്നെ, വലിയൊരു ടണൽ തന്നെ നിർമ്മിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ സ്ഫോടന വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ടണൽ നിർമ്മിക്കുന്നതെങ്കിൽ ഈ രണ്ടുപേരുടെയും ജീവന് പോലും അത് വലിയ തോതിൽ തന്നെ അപകടം സൃഷ്ടിക്കുന്നതായിരിക്കും. അതിനാൽ പ്രത്യേക തരത്തിലുള്ള വലിയ ഡ്രില്ലറുകൾ ഉപയോഗിച്ചുകൊണ്ട്, ബോറിംഗ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് ഈ രണ്ടുപേരെയും പുറത്തേക്ക് എടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികളിലൊക്കെ തന്നെയും റെസ്ക്യൂ ടീം ഒഴുകിയിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി പ്രത്യേക തരത്തിലുള്ള വലിയ ഡ്രില്ലും മറ്റുമൊക്കെ തന്നെയും ഇവരിങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ഏതാനും ദിവസങ്ങളോളം ഇവരെ പുറത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ടണൽ നിർമ്മിക്കാൻ വേണ്ടി റെസ്ക്യൂ ടീം സമയം ചിലവഴിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ 12 മീറ്റർ അകലത്തിലേക്ക്, ഇവരുടെ 12 മീറ്റർ അകലത്തിലേക്ക് പോലും ഈ ഒരു ടണൽ കുഴിച്ചുകൊണ്ട് റെസ്ക്യൂ ടീമിന് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പിന്നീട് അവർക്ക് മറികടക്കേണ്ടിയിരുന്നത് വലിയൊരു പാറയായിരുന്നു. ഏറെക്കുറെ കോൺക്രീറ്റിനേക്കാളൊക്കെ 5 ഇരട്ടിയോളം സ്ട്രോങ് ആയിരുന്നു ആ ഒരു പാറ. എങ്കിലും വലിയ മോഡേൺ എക്യുപ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ഡ്രില്ലിങ് മറ്റുമൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓരോ മണിക്കൂറിലും 1 മീറ്ററോളം തുരക്കാൻ സാധിക്കുന്ന നിലയിലുള്ള ഡിവൈസുകൾ, മെഷീനറീസൊക്കെ തന്നെയാണ് ഇതിനു വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പാറകളൊക്കെ തന്നെയും ഇങ്ങനെ അസ്ഥിരമായി നിൽക്കുന്നത് കാരണമായിട്ട് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം എന്നൊരു സ്ഥിതിവിശേഷം അവിടെ ഉള്ളത് കാരണമായിട്ട് ചെറിയ വേഗതയിൽ മാത്രമായിരുന്നു അവിടെയും ഈ ബോറിംഗ് പ്രവൃത്തികൾ, ഡ്രില്ലിംഗ് പ്രവൃത്തികളൊക്കെ തന്നെയും അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സമയങ്ങളിലൊക്കെ തന്നെയും ഖനിയുടെ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആ രണ്ടുപേർക്കും വേണ്ടിയിട്ട് യഥേഷ്ടം ഭക്ഷണവും അവർക്ക് വായിക്കാൻ ആവശ്യമായിട്ടുള്ള മാഗസിനും ടോർച്ചും ഡിജിറ്റൽ ക്യാമറയും അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ മുൻപേ കുഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയ PVC പൈപ്പൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ആ ടണലിലൂടെ യഥേഷ്ടം നൽകി വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ രണ്ടുപേർക്കും ഗാനങ്ങൾ കേൾക്കണം എന്നൊക്കെ പറഞ്ഞതോടുകൂടിയിട്ട് ഒരു ചെറിയ ഐപോഡ് കൂടെ ഏറെക്കുറെ മണ്ണിനടിയിൽ 1 കിലോമീറ്റർ താഴെ കുടുങ്ങിക്കിടക്കുന്ന ഈ ആളുകളുടെ കൈകളിലേക്ക് ഈ ചെറിയ ടണൽ വഴിയൊക്കെ തന്നെയും എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം തന്നെ ഈ 2 ജീവനും എങ്ങനെയും സംരക്ഷിക്കണം, എങ്ങനെയും പുറത്തേക്ക് കൊണ്ടുവരണം എന്നൊരു ഒറ്റ വിചാരത്തോടുകൂടെ, ഒറ്റ ചിന്തയോടുകൂടെ ശക്തമായ നിലയിൽ തന്നെ ഇവർ
ഇവരെ പുറത്തെടുക്കാൻ വേണ്ടി റെസ്ക്യൂ ടീം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മണ്ണിന് മുകൾ ഭാഗത്ത് ഗനിയുടെ പുറം ഭാഗത്ത് ജനങ്ങളും മാധ്യമങ്ങളും ഇവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെയും തടിച്ചുകൂടി നിൽക്കുകയാണ്. ലോകം മുഴുവനും ഉറ്റുനോക്കുന്നൊരു വിഷയമായിട്ട് പോലും ഈ ഒരു അവസരങ്ങളിൽ ഈ ഗനിയിൽ കുടുങ്ങിയ 2 ആളുകളുടെ കാര്യം മാറി വരികയാണ്. എങ്ങനെയെങ്കിലും ഇവരെ ജീവനോടുകൂടി തന്നെ പുറത്തെടുക്കാൻ സാധിക്കണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടെ ഈ ഒരു സംഭവത്തിലേക്ക് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന നിമിഷങ്ങളായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും മണിക്കൂറുകൾ പിന്നെയും ഒരുപാട് കടന്നു പോവുകയാണ്, ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഏറെക്കുറെ 321 മണിക്കൂറുകൾക്ക് ശേഷം മെയ് മാസം 9-ാം തീയതി പുലർച്ചെ 5:48 ആകുമ്പോൾ ഇവരുടെ അടുത്തേക്ക് ഈ ഒരു ടണൽ കുഴിച്ചുകൊണ്ട് അധികൃതർക്ക് എത്തിച്ചേരാനും റെസ്ക്യൂ ടീമിന് എത്തിച്ചേരാനും ഏറ്റവും അവസാനം ഭൂമിയുടെ താഴ്ഭാഗത്ത് 1 കിലോമീറ്ററോളം താഴെ 14 ദിവസങ്ങളോളം കുടുങ്ങിക്കിടന്ന ആ 2 പേരെയും ജീവിതത്തിലേക്ക് പിടിച്ച് കരകയറ്റാൻ റെസ്ക്യൂ ടീമിന് സാധിക്കുകയും ചെയ്യുകയാണ്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസോട് വൈൻഡപ്പാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ദിവസങ്ങളോളം ഈ ഒരു ഗനിയുടെ അകത്തകപ്പെട്ടിട്ട് ജീവനോടുകൂടെ ഉണ്ടോ അതോ മരിച്ചുപോയോ എന്ന് പോലും അറിയാതെയാണ് ഈ 2 ആളുകൾക്ക് വേണ്ടിയിട്ടും ടോഡിനും ബ്രാൻഡിനും വേണ്ടിയിട്ട് ശക്തമായ നിലയിലുള്ള തിരച്ചിൽ ആ ഗനിയുടെ 1 കിലോമീറ്ററോളം താഴ്ഭാഗത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഒരുപാട് പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങിപ്പോയി വ്യത്യസ്ത ബ്ലാസ്റ്റുകൾ അവിടെ നടത്തിയിട്ട് പോലും അതിൽ നിന്നൊക്കെ തന്നെയും മറികടന്നുകൊണ്ട് അതിനൊക്കെ തന്നെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഈ 2 ആളുകൾക്കും സാധിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മളൊക്കെ എന്നെ കേൾക്കുന്ന സമയത്ത് ഇമ്പോസിബിൾ എന്ന് തോന്നുന്നൊരു കാര്യമാണ്. നമുക്ക് മണ്ണിനടിയിൽ 1 കിലോമീറ്റർ താഴൊക്കെ കുടുങ്ങിപ്പോവുക, ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വരിക, എന്നിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മളേവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്ത പ്രശ്നങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മണ്ണിനടിയിലും കടലിനടിയിലൊക്കെ അകപ്പെട്ടുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാടധികം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ നമ്മൾ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന 69 ദിവസത്തോളം മണ്ണിനടിയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ചിലിയിലെ മൈനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളൊരു കാര്യമാണല്ലോ, വിധിയുണ്ടെങ്കിൽ ഏതൊരു അപകടത്തിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നൊരു കാര്യം. ഇവിടെ നമ്മൾ കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുൻ്റെ കാര്യത്തിലും വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ചേർത്ത് നമുക്ക് വായിക്കാം. ഒരു ശുഭപ്രതീക്ഷയോടുകൂടെ തന്നെ നമുക്ക് കാത്തിരിപ്പ് വേണമെങ്കിൽ ഇനിയും തുടരാം. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ